Next we'll do some problems. First question is ഒരു സിംഗിൾ കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട് 5 കിലോ ന്യൂട്ടൺ സിംപ്ലി സപ്പോർട്ടഡ് ബീമിലാണ് അത് ആക്ട് ചെയ്യുന്നത്. 10 മീറ്റർ സ്പാൻ ആണ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇൻഫ്ലുവൻസ് ലൈൻസ് വെച്ചിട്ട് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സും നെഗറ്റീവ് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും അറ്റ് എ പോയിൻറ്റ് 7 മീറ്റർ ഫ്രം ദി ലെഫ്റ്റ് എൻഡ്. സോ 7 മീറ്ററിലാണ് എക്സ് കിടക്കുന്നത്. സോ അതിൻ്റെ ഷിയർ ഫോഴ്സ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഓർഡിനേറ്റ്സ് വരയ്ക്കുക. സിംഗിൾ കോൺസെൻട്രേറ്റഡ് ലോഡ് എടുക്കുമ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ആ ലോഡ് ഇൻറ്റു കറസ്പോണ്ടിങ് ഓർഡിനേറ്റ് മാത്രം ചെയ്താൽ മതി. സോ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇത്രയും പോർഷനിലായിരിക്കും മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് വരിക. സോ ലോഡ് ഇൻറ്റു ഇവിടെ വരുന്ന ഓർഡിനേറ്റ് എന്ന് പറയുന്നത് x/L ആണ്. എക്സ് എന്ന് പറയുന്നത് 7, L എന്ന് പറയുന്നത് 10. സോ 5 ഇൻറ്റു 7/10 ദാറ്റ് ഈസ് 3.5 കിലോ ന്യൂട്ടൺ. അടുത്ത കേസിൽ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് വരുന്ന ഇത്രയും പോർഷനിലാണ്. സോ അതിൻ്റെ എന്താ വരിക 5 ഇൻറ്റു ഈ ഓർഡിനേറ്റ് നെഗറ്റീവ് എൻഡിലെ ഓർഡിനേറ്റ് ദാറ്റ് ഈസ് L - x/L which is 3/10. So 5 into 3/10 1.5 കിലോ ന്യൂട്ടൺ കിട്ടും. ഇനി വരുന്നത് മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ്. ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം വരുന്നത് ആ ടോട്ടൽ ഇതിൽ ലോഡ് വരണം. സോ ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് വരയ്ക്കുക, സെക്ഷനിൽ ഇരിക്കുമ്പോഴുള്ള ബെൻഡിങ് മൊമെൻറ്റ് വരയ്ക്കുക. സോ ഇറ്റ് ഇസ് ഈ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു L - x/L ആണ് ഇവിടുത്തെ ഓർഡിനേറ്റ്. ഓക്കെ, ഇവിടുത്തെ ഓർഡിനേറ്റേഴ്സ് എക്സ് ഇൻറ്റു L - x/L. സോ അത് കണ്ടുപിടിക്കുക ഇൻറ്റു W 5 ഇൻറ്റു എക്സ് ഇൻറ്റു L - x/L. സോ അത് 10.5 കിലോ ന്യൂട്ടൺ കിട്ടും. സോ സിംഗിൾ കോൺസെൻട്രേറ്റഡ് ലോഡ് ആണെങ്കിൽ നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. ലോഡ് ഇൻറ്റു കറസ്പോണ്ടിങ് ഓർഡിനേറ്റ്. കറസ്പോണ്ടിങ് ഓർഡിനേറ്റ്സ് ഷിയർ ഫോഴ്സിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണെങ്കിൽ x/L വരും, നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണെങ്കിൽ L - x/L വരും. ഇനി ബെൻഡിങ് മൊമെൻ്റ് ആണെങ്കിൽ എക്സ് ഇൻറ്റു L - x/L അതാണ് ഓർഡിനേറ്റ് വരിക. ആ ഓർഡിനേറ്റ് ഇൻറ്റു ലോഡ് മാത്രം ചെയ്താൽ മതി. കോൺസെൻട്രേറ്റഡ് ലോഡാണെങ്കിൽ ഒറ്റൊരു കോൺസെൻട്രേറ്റഡ് ലോഡേ ഉള്ളൂവെങ്കിൽ. ഇനി നമ്മൾ എന്താ അടുത്ത കേസിൽ ചെയ്യാൻ പോകുന്നത് UDLൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഗർഡർ ഓഫ് സ്പാൻ 25 മീറ്റർ. Girder of span 25 meter, simply supported at its ends A and B. A UDL of 2 kilonewton per meter and of length 35 meter. So ഗർഡറിൻ്റെ സ്പാൻ 25 ഉള്ളൂ, പക്ഷേ UDLൻ്റെ സ്പാൻ 35 മീറ്റർ ഉണ്ട്. സോ UDL ലോങ്ങർ ദാൻ ദി സ്പാൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. passes through the girder from end to another. Find the value of maximum positive shear force, negative shear force and bending moment at a section 8 meter from the support. ഇവിടെ ലെഫ്റ്റ് സപ്പോർട്ട് എന്നൊന്നും തന്നിട്ടില്ല. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം ലെഫ്റ്റ് ഹാൻഡ്, അതാണ് സേഫ്. സോ ലെഫ്റ്റ് നിന്ന് 8 മീറ്റർ എടുക്കുക, എന്നിട്ട് അതായിരിക്കും നമ്മുടെ സെക്ഷൻ. സോ അതിനെപ്പുറത്തേക്ക് കുറേ നീളത്തിൽ UDL പോവും. 35 മീറ്ററാണ് UDLൻ്റെ സ്പാൻ. സോ ദിസ് ഈസ് എ കേസ് ഓഫ് UDL ലോങ്ങർ ദാൻ ദി സ്പാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവ് ഷിയർ ഫോഴ്സിന് നമ്മൾ വരയ്ക്കും. സോ പോസിറ്റീവ് ഷിയർ ഫോഴ്സിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക, ഹെഡ് ഓഫ് ദി UDL സെക്ഷനിൽ ഇരിക്കും. സോ ഹെഡ് ഓഫ് ദി UDL സെക്ഷനിൽ, സോ ഇവിടെ ആയിരിക്കും സെക്ഷൻ വരിക. സോ ഇങ്ങോട്ടേക്ക് സോ ദിസ് വിൽ ബി ദി ട്രയാങ്കിൾ. ഹെഡ് ഓഫ് ദി UDL ഇസ് അറ്റ് ദി സെക്ഷൻ. ഈ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് x/L ആണ്. സോ 8/25. ഇനി അടുത്തത് നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടെയിൽ ഓഫ് ദി UDL ഷുഡ് ബി അറ്റ് ദി സെക്ഷൻ. സോ UDL റൈറ്റ് സൈഡിലേക്ക് പോകും 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. സോ അത് ഇതിൻ്റെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് L - x/L ആയിരിക്കും. സോ 25 - 8/25 17/25 വരും. ഇനി ഇവിടുത്തെ കേസ് ആണെങ്കിൽ UDL ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ലോഡ് ഇൻറ്റു ഏരിയ ചെയ്യും. അതാണ് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് വരിക. സോ 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു ഈ സൈഡ്, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. സോ ഹാഫ് ഇൻറ്റു ഈ സൈഡ് എന്ന് പറയുന്നത് 8 ഇൻറ്റു 8/25. ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു x/L ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 8/25 കിട്ടും. 2.56 കിലോ ന്യൂട്ടൺ കിട്ടും മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ്. ഇനി നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, ലോഡ് ഇൻറ്റു ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 17 ഇൻറ്റു 17/25 ഇൻറ്റു ലോഡ് W ഇൻറ്റു ഹാഫ് ഇൻറ്റു L ഇൻറ്റു എക്സ് ഇൻറ്റു ഹാഫ് ഇൻറ്റു L - x ഇൻറ്റു L - x/L. ഓക്കെ, സോ അതിൽ നിന്ന് 11.56 എന്ന് കിട്ടും മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് വരുന്നത്. ഇനി അടുത്തത് ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കേസിൽ എന്താണ്, ആ സെക്ഷനായി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ്
ആ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് ബൈ എൽ. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം സ്പാനിനെ. സോ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് ബൈ എൽ ആയിരിക്കും ആ ഓർഡിനേറ്റ് എന്ന് വരുന്നത്. പിന്നെ ഈ ട്രയാങ്കിളിൻ്റെ മൊത്തം ഏരിയ ഇൻറ്റു ലോഡ്, ദാറ്റ് ഈസ് 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ് ബൈ എൽ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 136 കിലോ ന്യൂട്ടൺ മീറ്റർ വരും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. ഈസ് ഇറ്റ് ക്ലിയർ? സോ യു ഡി എൽ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഓർഡിനേറ്റ് ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് ഏത് പോർഷനിലാണോ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ഉള്ളത് അതിൻ്റെ ഏരിയ ഇൻറ്റു ലോഡാണ് ചെയ്യേണ്ടത്. ബെൻഡിങ് മൊമെൻ്റ് ആകുമ്പോൾ എവിടെയാണോ സെക്ഷൻ വെക്കുന്നത് അവിടുത്തെ ആ സെക്ഷൻ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം സ്പാനിനെ. ആ രീതിയിലാണ് സെക്ഷൻ വെക്കേണ്ടത്. അവിടെയാണ് ബെൻഡിങ് മൊമെൻ്റ് മാക്സിമം മൊമെൻ്റ് ആക്ട് ചെയ്യുക, ലോഡ് ആക്ട് ചെയ്യുക. പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആകുമ്പോൾ ഹെഡ് ഓഫ് ദ യു ഡി എൽ ആയിരിക്കണം സെക്ഷനിൽ, നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആകുമ്പോൾ ടെയിൽ ഓഫ് ദ യു ഡി എൽ ആയിരിക്കണം സെക്ഷനിൽ. ഓക്കെ, നെക്സ്റ്റ് കേസിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. യു ക്യാൻ ഡു ഇറ്റ് ആസ് ഹോംവർക്ക്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് 15 meter സ്പാൻ ഇസ് സബ്ജക്റ്റഡ് ടു എ യു ഡി എൽ ഓഫ് 5 kN per meter. സെൽഫ് വെയിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് എ യു ഡി എൽ ഓഫ് 12 kN per meter. അത് ലൈവ് ലോഡാണ്. സോ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 12 + 5 ആയിരിക്കും. ആക്ടിങ് ഫോർ 6 meter ലെങ്ത് ട്രാവലിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. സോ സ്പാൻ 15 meter ആണ്, പക്ഷേ യു ഡി എല്ലിൻ്റെ ലെങ്ത് 6 meter ഉള്ളൂ. സോ ദിസ് ഇസ് എ കേസ് ഓഫ് യു ഡി എൽ ഷോർട്ടർ ദാൻ ദി സ്പാൻ. Draw the ILD of a shear force and bending moment at a section 10 meter from the right end. Use these diagrams to determine the maximum shear force and bending moment at the section. So ഇവിടെ നമുക്ക് സെക്ഷൻ തന്നിരിക്കുന്നത് 10 meter റൈറ്റിൽ നിന്നാണ്. സോ ദിസ് ഇസ് ദി കേസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആദ്യം തന്നെ ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കുക. ലൈവ് ലോഡും ഡെഡ് ലോഡും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. 12 + 5 ചെയ്യുക, 17 kN per meter ആയിരിക്കും ടോട്ടൽ ലോഡ് വരുന്നത്. ഇനി മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെക്ഷനിൽ നമ്മുടെ ഹെഡ് ഓഫ് ദ യു ഡി എൽ വരണം. ഓക്കെ, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ സെക്ഷൻ, ഈ സെക്ഷനിൽ നമ്മുടെ ഹെഡ് ഓഫ് ദ യു ഡി എൽ വരണം. സോ ടോട്ടൽ 17 kN ആണ്. സോ ഹെഡ് ഓഫ് ദ യു ഡി എൽ ആക്ടിങ് അറ്റ് എ 6 meter. സോ 10 meter ആണ് നമുക്ക് സെക്ഷൻ ഉള്ളത്. സോ ബാക്കിയുള്ളത് 5 meter. സോ ഇങ്ങനെ യു ഡി എൽ വരും. ഓക്കെ, സോ നമുക്ക് സ്പാനിൻ്റെ ഇപ്പുറത്തേക്ക് പോയാൽ നമ്മളത് എടുക്കണ്ട. സ്പാൻ വരെ നമ്മൾ സപ്പോർട്ട് വരെ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഏരിയ ഇൻറ്റു ഡബ്ല്യു. സോ ഡബ്ല്യു എന്ന് പറയുന്നത് 17 ആണ്. സോ 17 ഇൻറ്റു ഹാഫ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 5 ഇൻറ്റു എക്സ് ബൈ എൽ. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് 5 ആണ്. 5 ഡിവൈഡഡ് ബൈ 15 ഇസ് ദി ടോട്ടൽ സ്പാൻ. 5/15. സോ അത് കണ്ടുപിടിച്ചു. ഇനി മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പോർഷൻ, അതായത് നമ്മൾ ടെയിൽ ഓഫ് ദി യു ഡി എൽ ഇസ് അറ്റ് ദി സെക്ഷൻ. സോ സെക്ഷൻ്റെ ഇവിടെയാണ് യു ഡി എൽ വരിക. പക്ഷേ യു ഡി എല്ലിൻ്റെ സ്പാൻ എത്രയാണ്? 6 meter വരെ ഉള്ളൂ. സോ ഇവിടം വരെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ബാക്കി 4 meterൽ അത് ഉണ്ടാവില്ല. സോ ദിസ് ഇസ് ദി ഓർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രെപ്പിസോയിഡിൻ്റെ ഏരിയ ഡയറക്റ്റ്ലി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രയാങ്കിളും റെക്റ്റാങ്കിളായിട്ട് ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏരിയ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെന്ത് വേണം? ഇവിടെ ഓർഡിനേറ്റ് വേണം. ഈ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്പാൻ, ദാറ്റ് ഇസ് 10/15. ഈ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്നുള്ള സപ്പോർട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്പാൻ, ദാറ്റ് ഇസ് സപ്പോർട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. 4/15. 6 meterലായിരിക്കും യു ഡി എൽ കിടക്കുക. സോ അതിൻ്റെ ഏരിയ കൺസിഡർ ചെയ്യുക. ഒന്നില്ലെങ്കിൽ ട്രപ്പിസോയിഡിൻ്റെ ഏരിയ എടുത്താൽ മതി, അല്ലെങ്കിൽ ഈ റെക്റ്റാങ്കിൾ പ്ലസ് ഈ ട്രയാങ്കിൾ എടുക്കുക. ഇവിടെ ഇപ്പോൾ റെക്റ്റാങ്കിൾ പ്ലസ് ട്രയാങ്കിളാണ് എടുത്തത്. സോ 47.56 kN കിട്ടും മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ്. ഇനി ബെൻഡിങ് മൊമെൻ്റ് കൺസിഡർ ചെയ്യുമ്പോൾ സെക്ഷൻ ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ വേണം ഇതെടുക്കാനായിട്ട്. ഓക്കെ, സോ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആസ് എ ഡിവൈഡ്സ് ഈ സ്പാൻ. സോ സെക്ഷൻ യു ഡി എൽ ഇത് മൊത്തം എടുക്കുക 6 meterൽ. സോ ഇതെടുക്കുമ്പോൾ CX ഡിവൈഡഡ് ബൈ CD ഇസ് ഈക്വൽ ടു സ്പാൻ, അതായത് 5 ഡിവൈഡഡ് ബൈ 15. ആ രീതിയിൽ വരണം. സ്പാനിനെയും ലോഡിനെയും ഒരേ രീതിയിൽ സെക്ഷൻ ഡിവൈഡ് ചെയ്യണം. സ്പാനിനെ സെക്ഷൻ ഡിവൈഡ് ചെയ്തേക്കണം എന്തിലാണ്? 5 ഡിവൈഡഡ് ബൈ 15ലാണ് ചെയ്തേക്കുന്നത്. സോ ഇവിടെ നമ്മൾ
CX divided by CD should be equal to 5 divided by 15. സോ അതിൽ നിന്ന് നമുക്ക് CX കണ്ടുപിടിക്കാൻ പറ്റും. CD നമുക്ക് 6 ആണെന്ന് അറിയാം. സോ CX നമുക്ക് 2 മീറ്റർ കിട്ടി. സോ നമ്മുടെ ലോഡ് എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുക? സെക്ഷൻ്റെ ഇപ്പുറത്തുനിന്ന് സോ സെക്ഷൻ ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് 5 മീറ്റർ ഫ്രം ദി ലെഫ്റ്റ് സപ്പോർട്ട്. സോ സെക്ഷൻ ഇവിടെ 2 മീറ്റർ ഇപ്പുറത്തേക്ക് പോവും, ബാക്കി ഇങ്ങോട്ടേക്ക്, ബാക്കി എത്രയുണ്ട്? 4 മീറ്റർ ഇപ്പുറത്തേക്ക് പോവും. സോ ദിസ് വിൽ ബി ദി UDL ഫോർ ദി മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കണു. അതായത് നമുക്കുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ ഒരേ രീതിയിൽ സ്പാനിനെയും ലോഡിനെയും ഡിവൈഡ് ചെയ്യണം. സോ സ്പാനിനെ ഡിവൈഡ് ചെയ്തേക്കണേ 5/15 എന്നുള്ള റേഷ്യോയിലാണ് സ്പാനിനെ ഡിവൈഡ് ചെയ്തേക്കണേ. സ്പാൻ സെക്ഷൻ അവിടെയല്ലേ വന്നേക്കണേ. ലോഡിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലോഡ് മൊത്തം 6 മീറ്ററിലാണ്. സോ CX ഡിവൈഡഡ് ബൈ CD ഷുഡ് ബി ഈക്വൽ ടു 5/15. സോ CX എന്ന് പറയുന്നത് നമുക്ക് 2 മീറ്ററിൽ കിട്ടി. സോ നമ്മുടെ സെക്ഷൻ ഇവിടെയാണ് കിടക്കുന്നത്. എത്ര ഡിസ്റ്റൻസിൽ? 5 മീറ്ററും ഇപ്പുറത്തേക്ക് 10 മീറ്ററും. സോ നമുക്ക് അറിയാവുന്നത് സെക്ഷൻ ഇപ്പുറത്തേക്ക് 2 മീറ്റർ ആണ്. സോ ഇവിടേക്ക് 2 മീറ്റർ, ബാക്കി എത്രയാണ് കിടക്കുന്നത്? 6 - 2 വിച്ച് ഇസ് 4 മീറ്റർ ഇപ്പുറത്തേക്ക്. സോ ആ രീതിയിൽ വേണം ബെൻഡിങ് മൊമെൻറ്റ് വരയ്ക്കാൻ. സോ ഇതിൻ്റെ ഏരിയ ഇൻറ്റു ലോഡ് ആയിരിക്കും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. സോ 17 ഇൻറ്റു ഹാഫ് ഇൻറ്റു ബേസ്. സോ ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 2 ട്രപ്പിസോയിഡ്സ് ആണ്. സോ ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് സം ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് ഡിവൈഡ് ഓപ്പോസിറ്റ് സൈഡ്സ്. സോ ഹാഫ് ഇൻറ്റു അല്ലെങ്കിൽ സം ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്സ് ബൈ 2 ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ്. അതാണ് ട്രപ്പിസോയിഡിൻ്റെ ഏരിയ. സോ ഇതിൻ്റെ ഓർഡിനേറ്റ്സ്, ഈ ഓരോ ഓർഡിനേറ്റ്സും കണ്ടുപിടിക്കുക. ഓരോ ഓർഡിനേറ്റ്സും കണ്ടുപിടിക്കണം എങ്ങനെയാണ്? ഈ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? x ഇൻറ്റു L - x/L. അത് 5 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 15 3.33 കിട്ടും. അപ്പോൾ ഈ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 3.33. നമുക്ക് ഇവിടെ ഓൾറെഡി ബേസ് കിട്ടിയിട്ടുണ്ട്. സോ 3.33 ഇൻറ്റു ഈ ഇവിടം വരെയുള്ളത് എടുത്താൽ മതി. ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാണ്? 3/5. അതുപോലെ ഈ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ 3.33 ഇൻറ്റു 6/10. ഓക്കെ, ഇത്രയും പോർഷൻ എടുക്കുക. 6 അവിടെ നിന്ന് ഇവിടം വരെ 6/10. സോ ആ രീതിയിൽ അത് ഓർഡിനേറ്റ് കിട്ടും. സോ ഇനി ഇതിൻ്റെ മൊത്തം ഏരിയ ഇൻറ്റു 17 ലോഡ് വിൽ ഗിവ് യു ദി ടോട്ടൽ ബെൻഡിങ് മൊമെൻറ്റ്. ഈ ഓർഡിനേറ്റ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. Now see the next question. Simply supported beam ആണ്, 25 meter ആണ് അതിൻ്റെ സ്പാന്. UDL of 3 kN per meter and 5 meter long crosses the span. Find the maximum. ഇവിടെ UDL shorter than the span ആണ്. സോ ആദ്യത്തെ കേസിൽ നമ്മൾ പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത് 0.7 മീറ്റർ ഫ്രം ദി ലെഫ്റ്റ് സപ്പോർട്ടാണ്. സോ 7 മീറ്റർ ലെഫ്റ്റ് സപ്പോർട്ട് എന്ന് എടുക്കുക. സോ ഹെഡ് ഓഫ് ദി UDL അറ്റ് ദി സെക്ഷൻ ആയിരിക്കും. സോ 7 - 5. സോ അതും ട്രപ്പിസോയിഡ് ആയിരിക്കും വരിക. ഓക്കെ, ട്രപ്പീസി ആയിരിക്കും വരിക. സോ അതിൻ്റെ ഏരിയ എടുക്കുക. സോ ഹാഫ് ഇൻറ്റു ഈ ഹൈറ്റ്, ദാറ്റ് ഈസ് 5 മീറ്റർ ഇൻറ്റു സം ഓഫ് ദി പാരലൽ സൈഡ്സ്. സോ പാരലൽ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് x/L ആയിരിക്കും. സോ ഇതെന്ന് പറയുന്നത് 2/25 ആയിരിക്കും. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടം വരെ 2 അല്ലേ, 2/25 ആയിരിക്കും ഇവിടെ നിന്ന് വരെയുള്ള ഡിസ്റ്റൻസ്. ഇനി അടുത്തതെന്ന് പറയുന്നത്, അപ്പോൾ അതിൻ്റെ ഏരിയ എടുക്കുക. 3 ഇൻറ്റു ഹാഫ് ഇൻറ്റു അതിൻ്റെ ഏരിയ. പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടും. നെഗറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടെയിൽ ഓഫ് ദി UDL ആയിരിക്കും ഉണ്ടാവുക. സോ ഇവിടെ നിന്ന് 5 മീറ്ററിലേക്ക് അതിൻ്റെ ട്രപ്പിസോയിഡിൻ്റെ ഏരിയ, ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എടുക്കുക. സോ ദാറ്റ് ഈസ് ഓൾസോ 3 ഇൻറ്റു ഇതിൻ്റെ സം ഓഫ് പാരലൽ സൈഡ്സ്. ഈ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് L - x/L ആയിരിക്കും. ഈ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 25 ആയിരിക്കും. ഇനി മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ ഇവിടെയും സെയിം കേസിൽ തന്നെ എന്താണ് നമ്മുടെ കേസ്? സ്പാൻ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ. സോ സ്പാൻ ബൈ ഇതെന്ന് പറയുന്നത് 7/25 ആണ്. 7/25 ഇസ് ഈക്വൽ ടു CX/CD. CD is 5. അതിൽ നിന്ന് CX 1.4 മീറ്റർ കിട്ടും. സോ ഇവിടെ നടുക്ക് 1.4 മീറ്റർ ഇപ്പുറത്തേക്ക് മാറി, ബാക്കി മീറ്റർ ഇവിടെ 3.6 ഇപ്പുറത്തേക്ക്. സോ ഇത്രയായിരിക്കും പോർഷൻ വരിക. ഈ പോർഷനായിരിക്കും വരിക. നമുക്ക് കൺസിഡറേഷനിൽ വരുന്ന പോർഷൻ ഇതായിരിക്കും. ഇതിൻ്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു ലോഡ് ചെയ്യുക. അതായിരിക്കും max വരുന്നത് 68.04 കിട്ടും ഫൈനൽ ആൻസർ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. UDL of 4 kilonewton per meter and 8 meter length crosses a girder of span 40 meter from left to right. Using influence line, determine the value of shear force and bending moment at point 15 meter from the left support when the head of the UDL is at 18 meter from the left support. Also find the reaction at A and B for this position of loading using ILD. സോ ഈ കേസിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഒരു AB സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, അവിടെ ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട്, 40 മീറ്ററാണ് അതിൻ്റെ സ്പാന്. UDL ആക്ട് ചെയ്യുന്നുണ്ട് 4 kilonewton per meter, അതിൻ്റെ സ്പാന് 8 മീറ്ററാണ്. Crosses the girder of span 40 meter. Using influence line, determine the value of shear force and bending moment at point 15 meter from the left support. So section കിടക്കുന്നത് 15 meter from the left support-ലാണ് section കിടക്കുക. When the head of the load is 18 meter from the left support. So ലോഡിൻ്റെ ഹെഡ് 18 മീറ്ററിലാണ് കിടക്കുക. സോ ഇവിടെയാണ് ഹെഡ് ഓഫ് ദി ലോഡ് കിടക്കുക. എന്നിട്ട് നമുക്കടുത്ത് ഫൈൻഡ് ദി റിയാക്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ ഹെഡ് ഓഫ് ദി UDL ഇസ് അറ്റ് ദി സെക്ഷൻ. സോ ഹെഡ് ഓഫ് ദി UDL ഇവിടെ വരും, ഇവിടെ നിന്ന് 8 മീറ്റർ. ഓക്കെ, ഹെഡ് ഓഫ് ദി UDL ഇവിടെ വരും. സോ ദസ്റ്റ് ഈ ട്രപ്പിസോയിഡിൻ്റെ ഏരിയ, ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ, ദാറ്റ് ഈസ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15/40 ആയിരിക്കും. ഇവിടം വരെ ഉള്ളത് 15/40 ആയിരിക്കും. x/l, x is 15/40. ഇവിടെ നിന്ന് പറയുന്നത് 10/40 ആയിരിക്കും. ഇവിടെ നിന്ന് ഇവിടം വരെ 10/40 ആയിരിക്കും. അതായത് ഇവിടെ നിന്ന് നിങ്ങൾ ബാക്കി കൺസിഡർ ചെയ്യണ്ട, കാരണം നമുക്ക് ഹെഡ് ഓഫ് ദ UDL ഇവിടെയാണ്, പക്ഷേ ബാക്കി ഡിസ്റ്റൻസൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. സോ അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി പോർഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ഹെഡ് ഓഫ് ദ UDL അവിടെ വരുന്ന രീതിയിൽ ഈ ബാക്കി ഡിസ്റ്റൻസിൽ അതായത് 5 മീറ്ററിൽ ആക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ ദാറ്റ് ഈസ് 4 × 1/2 × 5 × ബാക്കി ഇതെടുക്കുക, സം ഓഫ് ദി പാരലൽ സൈഡ്സ്. അതായിരിക്കും മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് വരിക. ഇനി മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സ് വരുന്നത് ടെയിൽ ഓഫ് ദി UDL ഇസ് അറ്റ് ദി, അപ്പോൾ ഇത്രയും പോർഷനിൽ UDL ഉള്ളൂ, ബാക്കി കൺസിഡർ ചെയ്യണ്ട. സോ UDL ഉള്ള പോർഷൻ എന്ന് പറയുന്നത് 3 മീറ്ററിലായിരിക്കും. ഓക്കെ, UDL ഉള്ള പോർഷൻ എന്ന് പറയുന്നത് 3 മീറ്ററിലായിരിക്കും. എന്നിട്ട് ഈ ഓർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. ഈ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് L-x/L ആണ്. L-x എന്ന് പറഞ്ഞാൽ 25/40. ഇതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ബാക്കിയുള്ള ഡിസ്റ്റൻസ് 22 ആണ്. സോ 22/40 അതാണ് അതിൻ്റെ ഓർഡിനേറ്റ്. സോ അതിൽ നിന്ന് മാക്സിമം നെഗറ്റീവ് ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കുക. സോ മാക്സിമം പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടി, നെഗറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടി. സോ നെറ്റ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് മൈനസ് നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, അതാണ് -0.8 kilonewton കിട്ടും. നെഗറ്റീവിലായിരിക്കും വരിക. ഇനി നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബെൻഡിങ് മൊമെൻ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ലോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പാനിനെ ഈക്വലി ഡിവൈഡ് ചെയ്യണമെന്നൊന്നും പറയണ്ട, കാരണം ഇറ്റ് ഈസ് ഗിവൺ ഡയറക്ട്ലി ഇൻ ദ ക്വസ്റ്റ്യൻ ആസ് ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 18 മീറ്റർ. സോ അതുകൊണ്ട് അതൊന്നും കണ്ടുപിടിക്കേണ്ട, അതേ രീതിയിൽ തന്നെ വരയ്ക്കുക. എന്നിട്ട് ആ ഒരു പോർഷൻ്റെ ഏരിയ എടുക്കുക. സോ ഈ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് x × L-x/L ആണ്. സോ x is 15 × 25 ഡിവൈഡഡ് ബൈ 40, 9.375 കിട്ടും. ഇനി ആ 9.375 ഇൻറ്റു ഇവിടെ നിന്ന് എത്രയാണോ 10/15, ഇത് എത്രയാണോ 10/15. ഇനി ഇവിടത്തെ എന്ന് പറഞ്ഞാൽ ഈ 9.375 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 25, ആ ഓർഡിനേറ്റും കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഈ മൊത്തം ട്രപ്പിസോയിഡിൻ്റെ ഏരിയ, ഈ മൊത്തം ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഇൻറ്റു ലോഡ് ചെയ്യുക. ഇതൊന്ന് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടും. ഇനി നമ്മുടെ അടുത്ത് ഇവിടെ റിയാക്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. സോ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പോസിറ്റീവ് ഷിയർ ഫോഴ്സ് കിട്ടി, നെറ്റ് ഷിയർ ഫോഴ്സ് കിട്ടി, ബെൻഡിങ് മൊമെൻറ്റും കിട്ടി. ഇനി റിയാക്ഷൻസ് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിയാക്ഷൻ ഡയഗ്രാം വരയ്ക്കണം ILDയുടെ. സോ RB എന്ന് പറയുന്നത് ടോപ്പ് ഏരിയ ഓഫ് ILD ഇൻറ്റു ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ്. സോ നമ്മുടെ ടോപ്പ് ഏരിയ വരയ്ക്കുക. ആ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ആ ഷിയർ ഫോഴ്സ് നമ്മൾ വരച്ചല്ലോ, സോ അതിൻ്റെ ടോപ്പ് ഏരിയ വരയ്ക്കുക. സോ റിയാക്ഷൻസ് വരയ്ക്കുമ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, UDL ഉള്ള ഫുൾ പോർഷൻ വരയ്ക്കുക. സോ ഇവിടെ നിന്ന് ഇവിടം വരെ 18 ആണ്. സോ 18/40 ആയിരിക്കും ഈ ഓർഡിനേറ്റ്. ഈ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 10/40 ആയിരിക്കും. അതുപോലെ തന്നെ താഴെയും വരയ്ക്കുക. ഇവിടെ നിന്ന് ഇവിടം വരെ എന്ന് പറയുന്നത് L-x/L, സോ 30/40. ഇതും L-x/L 22/40 വരും.
എന്നിട്ട് ടോപ്പ് ആർ ബി എന്ന് പറയുന്നത് പോസിറ്റീവിൻ്റെ അല്ലേ, സോ ടോപ്പ് ഏരിയ എടുക്കുക. റിയാക്ഷൻ എടുക്കുമ്പോൾ ഈ ഏരിയ ഇൻറ്റു ഇൻറ്റൻസിറ്റി ഓഫ് ലോഡ്, സോ ഈ ട്രപ്പിസോയിഡിൻ്റെ ഏരിയ ഇൻറ്റു 4. അടുത്തത് ആർ എന്ന് പറയുന്നത് ബോട്ടം ഏരിയ, സോ 4 ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എടുക്കുക. 20.8 കിട്ടും. സോ ആർ ബി കിട്ടി, ആർ എ കിട്ടി, എം മാക്സ് കിട്ടി, മാക്സിമം ഷിയർ ഫോഴ്സും കിട്ടി. സോ ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. റിയാക്ഷൻ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. റിയാക്ഷൻ, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് 4 മീറ്റർ ഫ്രം ദി ലെഫ്റ്റ് സപ്പോർട്ട് ഫോർ ദി ബീം ഷോൺ ബിലോ. ഇതാണ് ബീം. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനകത്ത് UDL വരും, പോയിൻറ്റ് ലോഡും വരും. പ്ലീസ് ട്രൈ ദിസ് ക്വസ്റ്റ്യൻ.